Then next is the skeletal system. In the skeletal system, again we have to know three simple focus points. അതിൽ 3 പോയിന്റുകളാണ് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാനുള്ളത്. The first one is ribs. We know skeletal system is divided into axial skeleton and appendicular skeleton. Axial skeleton consists of the skull, vertebral column, sternum and ribs. Axial skeleton le 4 എണ്ണ ഉള്ളത്. 1 സ്കള്ള്, 2 നെറ്റല് വെർട്ടിബ്രൽ കോളം, 3 റിബ്സ് വാരിയല്ലുകൾ, 4 ഇവിടെ ഉള്ള ഒരു ഫ്ലാറ്റ് ബോണ് സ്റ്റേർണം. രണ്ടാമത്തത് അപ്പെൻഡിക്കുലാർ സ്കെലിട്ടൺ. നമ്മുടെ കൈകാലുകളിലുള്ള അസ്ഥികൾക്കാണ് അപ്പെൻഡിക്കുലാർ സ്കെലിട്ടൺ എന്ന് പറയുക. അപ്പൊ അതിൽ 2 കൈ, 2 കാല്, കൈകളെ ബന്ധിപ്പിക്കുന്ന പെക്ടറൽ ഗേർഡിൽ, കാലുകളെ ബന്ധിപ്പിക്കുന്ന പെൽവിക് ഗേർഡിൽ. ഇതാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം. എല്ലാത്തിലും കൂടെ എത്ര ബോണുകളുണ്ട്? 206 ബോണുകൾ. അതിലെ റിബ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. റിബ്സ് ആർ ഫ്ലാറ്റ് ബെൻഡ് ബോൺസ് present in the chest region. There are 12 pairs of ribs. 12 pair ribs ആണ് നമുക്കുള്ളത്. Ribs are attached dorsally on the thoracic vertebra. ബാക്കിൽ thoracic vertebraയിലാണ് അവ അറ്റാച്ച് ചെയ്തത്. They are attached with 2 articulating points, and so ribs are called bicephalic. നമ്മുടെ റിബുകളെ ബൈസിഫാലിക് റിബ് എന്നാ പറയുക. ബൈസിഫാലിക് റിബ്സ്. Because on their dorsal end they have 2 articulating ends for touching with the vertebral column. വെർട്ടിബ്രൽ കോളത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിന് 2 പോയിന്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അവയെ ബൈസിഫാലിക് എന്ന് പറയുക. Among the 12 pairs, first 7 pairs, 1 മുതൽ 7 വരെയുള്ള pairs, they are starting from the thoracic vertebra in the dorsal side and joining on the sternum directly with hyaline cartilage. ഈ 1 മുതൽ 7 വരെയുള്ള പെയർ അവ 2 അറ്റങ്ങളിലും ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഡോർസൽ സൈഡിൽ വെർട്ടിബ്രൽ കോളവുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൻട്രൽ സൈഡിൽ ഈ പരന്ന ബോൺ, ഇതിനാണ് സ്റ്റേർണം എന്ന് പറയാ, ഈ സ്റ്റേർണവുമായിട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേർണവുമായിട്ട് ജോയിൻ ചെയ്തത് ഹയാലിൻ കാർട്ടിലേജിലൂടെയാണ്. ആൻഡ് സോ ദീസ് ഫസ്റ്റ് 7 pairs ആർ കോൾഡ് ട്രൂ റിബ്സ്. അതുകൊണ്ട് അവയെ എന്ത് പറയും? ട്രൂ റിബ്സ് എന്ന് പറയും. എന്താ പ്രത്യേകത? ദേ ആർ അറൈസിംഗ് dorsally from the thoracic vertebra and joining on the sternum directly through hyaline cartilage. They are called true ribs. Then the 8th, 9th and 10th pairs, these 3 pairs from 8th to 10th, they are arising from the vertebra on the dorsal side and they are connected with the sternum through the 7th pair. 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും പെയറുകൾ സ്റ്റേർണത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തത്. ഏതിലൂടെയാ? 7ാമത്തെ പെയറിലൂടെ.
they are called false ribs. അവരെന്ത് പറയും? false ribs അല്ലെങ്കിൽ vertebrochondral ribs എന്ന് പറയും. false ribs or vertebrochondral ribs. Then 11th and 12th pair, they are not attached ventrally. They are attached dorsally on the thoracic vertebra, but their ventral ends, the other end, are free. They are not attached with the sternum. 11ാമത്തെയും 12ാമത്തെയും പേര് ഫ്രണ്ടില് അല്ലെങ്കിൽ വെൻട്രൽ സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് സോ ദേ ആർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. അതുകൊണ്ട് അവയെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയും. ദിസ് thoracic vertebra in the dorsal side, ribs on the two sides, and sternum in the ventral side form the rib cage. റിബ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കൂടായിട്ട് മാറിയിട്ടുണ്ട്, അതിനാണ് റിബ് കേജ് എന്ന് പറയാം. അതിൽ ബാക്കിൽ വെർട്ടിബ്രൽ കോളം, സൈഡിൽ റിബ്സ്, ഫ്രണ്ടിൽ സ്റ്റേർണം. ഇതാണ് റിബ് കേജ്. ഈ റിബ് കേജിലെ മെയിൻ ബോണുകളാണ് റിബ്സ്. ടോട്ടല് 12 പെയർ. ആ 12 പെയർ 3 ഗ്രൂപ്പാക്കി തിരിച്ചു. ഏതൊക്കെയാ? ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ്. അവയുടെ ഏതൊക്കെയാണ് എന്നും പ്രത്യേകതകൾ എന്താണ് എന്നും അറിയണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. Then the next point we have to discuss is joints. അടുത്തത് ഏതാ? joints. The joints are the functional junction between the bones or between the bone and cartilage, helping in movement. മൂവ്മെന്റ് സഹായിക്കുന്ന രണ്ട് ബോണുകൾ തമ്മിലുള്ള ഫങ്ഷണൽ ജംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ബോണും ഒരു കാർട്ടിലേജും തമ്മിലുള്ള ഫങ്ഷണൽ ജംഗ്ഷൻ ആണ് ജോയിന്റ്സ് എന്ന് പറയാം. ദേ ആർ ദി ആർട്ടിക്കുലേറ്റിംഗ് എൻഡ്സ് ഓഫ് ബോൺസ് or articulating end of bone and cartilage. The force developed by the muscles causes the movement of bones at the joint as fulcrum. ഒരു ജോയിന്റിലെ സ്കെലിറ്റൽ മസിൽസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫൾക്രം എന്ന വിധത്തിലാണ് ജോയിന്റുകൾ വർക്ക് ചെയ്യുക. ഫൾക്രം എന്നൊക്കെ നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾ ലിവർ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അവിടെ ആ ലിവർ സിസ്റ്റത്തിൽ ഫോഴ്സ് ഉണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ ഫൾക്രം ഉണ്ടാവും. ആ ഫൾക്രമായിട്ട് ആക്ട് ചെയ്യാണ് ജോയിന്റുകൾ ചെയ്യുക. Then joints are different types based on their structure and the movement they allow. Joints are divisible into 3. 3 തരത്തിലുള്ള joints നമുക്ക് കാണാൻ പറ്റും. First one is called fibrous joints. ഏതാ ഒന്നാമത്തത്? fibrous joints. These are the joints which are not allowing movement. എന്താ പ്രത്യേകത? അവ മൂവ്മെന്റ് അനുവദിക്കൂല. No movement. They are not allowing movement because the ends of bones in the joint are very firmly attached, connected together with the help of white fibrous connective tissue. ആ ജോയിന്റിലെ രണ്ട് ബോണുകളെയും തമ്മിൽ വളരെ ശക്തമായി വൈറ്റ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഫൈബ്രസ് ജോയിന്റ് എന്നുള്ള പേര് കിട്ടിയത്. മാത്രവുമല്ല അവ നന്നായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ ദേ ആർ കോൾഡ് സൂച്ചേഴ്സ്. അതുകൊണ്ട് അവയെ സൂച്ചേഴ്സ് എന്നാ പറയാം. നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ രണ്ട് പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് അല്ലേ,
ആ തുന്നിയ അടയാളത്തിനാണ് സൂച്ചർ എന്ന് പറയാം. അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഫൈബ്രസ്. ദിസ് ഫൈബ്രസ് ജോയിൻസ് ആർ സീൻ ഇൻ ക്രേനിയം. എവിടെയാ കാണുക? ക്രേനിയത്തിലാ കാണുക. അവർ ബ്രെയിൻ പൊസസ് എ കവറിംഗ്. That covering is formed of 8 bonds, but that 8 bonds are connected very firmly without allowing movement, and it is called cranium. അപ്പോൾ ക്രേനിയത്തിൽ കാണുന്ന ജോയിന്റുകൾക്കാണ് ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയാ. അവയുടെ പ്രത്യേകത അവ മൂവ്മെന്റ് അനുവദിക്കൂല. Then second is cartilaginous joints. These are the joints between two bonds, and in between the bond there is a cartilage. ഒരു ജോയിന്റിലെ രണ്ട് ബോണുകൾക്കിടയിൽ ഒരു കാർട്ടിലേജ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ജോയിന്റ്സിനാണ് കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്ന് പറയാ. കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആർ അലൗവിങ് സ്ലൈറ്റ് മൂവ്മെന്റ്. സ്ലൈറ്റ് മൂവ്മെന്റ് ഉണ്ടാവും, ചെറിയ മൂവ്മെന്റ് അനുവദിക്കും. കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആർ പ്രസന്റ് ഇൻ ദി വെർട്ടിബ്രൽ കോളം ബിറ്റ്വീൻ ദി അഡ്ജസന്റ് വെർട്ടിബ്ര. രണ്ട് വെർട്ടിബ്രന്റെ ഇടയിലുള്ള ജോയിന്റ് ആണ് കാർട്ടിലേജിനസ് ജോയിന്റ്. അവിടെ കുറച്ച് മൂവ്മെന്റ് അനുവദിക്കും. ആ ജോയിന്റിന്റെ പ്രത്യേകത അതിൻ്റെ ഇടയിൽ ഒരു കാർട്ടിലേജ് ഉണ്ടായിരിക്കും. Then third is synovial joint. ഏതാ മൂന്നാമത്തത്? Synovial joints. These are the joints which are allowing free movement. നന്നായി മൂവ്മെന്റ് അനുവദിക്കുന്ന ജോയിന്റുകൾക്കാണ് സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയാ. And they are responsible for the movement of body parts and ലോക്കോമോഷൻ. അവരാണ് നമ്മളെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മുടെ ബോഡി പാർട്ടുകൾ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതും സൈനോവിയൽ ജോയിന്റുകളാണ് മെയിനായിട്ട്. Then this synovial joint possess a fluid filled space between the articulating bonds known as synovial cavity. ഈ ജോയിന്റിന്റെ പ്രത്യേകത രണ്ട് ബോണുകൾക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിന് സൈനോവിയൽ കാവിറ്റി എന്ന് പറയും. അതിലൊരു നല്ല വഴുവഴുപ്പുള്ള ദ്രാവകം ഉണ്ടായിരിക്കും. അതിനാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുക. അതുള്ളത് കൊണ്ട് മൂവ്മെന്റ് ക്ലിയർ ആയിട്ട് നടക്കും. അതാണ് സൈനോവിയൽ ജോയിന്റ്. There are many synovial joints in our body based on their shape. The synovial joints are many like ball and socket joint, like the shoulder joint. ഷോൾഡർ ജോയിന്റിലെ സൈനോവിയൽ ജോയിന്റ് പ്രത്യേകത ഒരു ബോണിന്റെ എൻഡിൽ ബോള്, മറ്റത് സോക്കറ്റ്. ആ ഷേപ്പുള്ളതിനാണ് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയാം. നമ്മുടെ ഷോൾഡർ ജോയിന്റ് എങ്ങനെയാണ് അതുപോലെ നമ്മുടെ ഹിപ്പ് ജോയിന്റും അതുപോലെയാണ്. Then second is hinge joint. Allowing movement in one plane. ഒരു പ്ലെയിനിൽ മാത്രം മൂവ്മെന്റ് സമ്മതിക്കുന്ന ജോയിന്റുകൾക്കാണ് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ, ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? വിജാഗിരി. ഒരു പ്ലെയിനിൽ മാത്രമാണ് മൂവ്മെന്റ് അനുവദിക്കുക. അങ്ങനെയുള്ള ജോയിന്റ്സിനാണ് ഹിഞ്ച് ജോയിന്റ്. ലൈക്ക് ദി എൽബോ ജോയിന്റ്, ലൈക്ക് ദി നീ ജോയിന്റ്. ഇവിടെ കണ്ടില്ല എങ്ങനെയാണ് മൂവ്മെന്റ് അനുവദിക്കുക? ഇതിലാണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയാം. Then third is pivot joint. The joint between atlas and axis, first and second vertebra. atlas and axis. അറ്റ്ലസും ആക്സിസിന്റെ ഇടയിൽ എങ്ങനെയുള്ളത്? ഒരെണ്ണം ഇങ്ങനെ ഫിക്സഡാ, മറ്റേത് ഇവിടെ ഒരു കുഴിയാണ്. അപ്പൊ ആ കുഴിന്റെ ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റൊട്ടേഷൻ മൂവ്മെന്റ് അനുവദിക്കുന്നതിനാണ് പിവട്ട് ജോയിന്റ് എന്ന് പറയാം. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹെഡ്. Then fourth is gliding joint. ഇതടുത്ത് ഗ്ലൈഡിംഗ് ജോയിന്റ്.
the joint between the carpals present in the wrist. റിസ്റ്റിൽ 8 ചെറിയ പീസുകളുണ്ട് ഇവിടെ. അവർക്കിടയിലുള്ള ജോയിന്റ് ഒന്നൊന്നിന്റെ മുകളിൽ ഇങ്ങനെ ഞെരങ്ങി നീങ്ങുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ 2-way മൂവ്മെന്റ് അനുവദിക്കുന്നത്. അതിനാണ് ഗ്ലൈഡിങ് ജോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ്, the joint between carpal and metacarpal of thumb. കാർപ്പൽ ഇവിടെയുള്ള ചെറിയ ബോൺ, മെറ്റാകാർപ്പൽ എന്ന് പറയുന്നത് ഈ തമ്പ് അല്ലെ ഓരോ ഫിംഗറിലേക്കുള്ള ബോണുകൾക്കാണ് മെറ്റാകാർപ്പൽസ് എന്ന് പറയുക. അതിൽ തമ്പിൻ്റെത് മാത്രം ഒരു പ്രത്യേക രൂപത്തിലാണ് അറേഞ്ച് ചെയ്തത്. ഓവൽ ഷേപ്പ് ആയിരിക്കും അവയുടെ അറ്റങ്ങളിൽ ഉണ്ടാകുക. അതുകൊണ്ട് ഒന്നൊന്നിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങാൻ കഴിയും. അങ്ങനെ ഒരു മൂവ്മെന്റ് അനുവദിക്കും. അവർക്കാണ് സാഡിൽ ജോയിന്റ് എന്ന് പറയുക. സോ ദിസ് ഈസ് അബൌട്ട് ദി ജോയിൻസ്. ഈ ജോയിന്റുകൾ നമ്മൾ സെക്കൻഡ് ഇയറിലെ പ്രാക്ടിക്കലിനും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഫസ്റ്റ് ഇയറിലെ തിയറിക്കും ചോദിക്കും. അതുകൊണ്ട് ജോയിന്റുകൾ അറിഞ്ഞിരിക്കുക. സോ ദിസ് ഈസ് അബൌട്ട് ദി ജോയിൻസ്. ദെൻ ദി ലാസ്റ്റ് point you have to remember in this chapter is the disorders. In this, totally there are 6 disorders. 3 disorders of muscle system and 3 disorders of skeletal system. Out of these 6, we have to know only 3. The disorders associated with the skeletal system, and they are, one is the arthritis, a common disorder. Arthritis is the inflammation of joints. ജോയിന്റുകളിൽ ഉണ്ടാവുന്ന വീക്കത്തിനാണ് ആർത്രൈറ്റിസ് എന്ന് പറയുക. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ജോയിന്റുകൾ വീങ്ങും. അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. Then second is gout, G-O-U-T, gout. This is the inflammation of joint due to uric acid crystals. Inflammation due to uric acid crystals. Uric acid crystals synovial fluidൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന സന്ധി വീക്കത്തിനാണ് ഗൗട്ട് എന്ന് പറയുക. അപ്പോൾ ഒരു തരം ആർത്രൈറ്റിസ് ആണ് ഗൗട്ട്. കാരണം എന്താ? ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. ദെൻ തേർഡ് ഈസ് ഓസ്റ്റിയോപോറോസിസ്. ദിസ് ഈസ് ആൻ ഏജ് റിലേറ്റഡ് ഡിസോർഡർ ഡ്യൂ ടു എ ഡിക്രീസ് ഇൻ ദി മാസ് ഓഫ് ബോൺ leading to the easy breakage. A main cause for this is shortage of the estrogen. പ്രായം കൂടുന്നതിനനുസരിച്ചുണ്ടാവുന്ന ഒരു ഡിസോർഡറാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോണുകളിലുള്ള മെറ്റീരിയൽ അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോവുക, അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക. അതിൻ്റെ ഫലമായി ബോണിൻ്റെ മാസ് കുറയുക. അങ്ങനെ മാസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ബോണുകൾ എളുപ്പത്തിൽ പൊട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അതിനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുക. ഇത് സാധാരണ ലേഡീസിൽ പ്രായം കൂടുതലുണ്ടാവുമ്പം വരുന്നൊരു അസുഖമാണ്. അതിനുള്ള കാരണം എന്താ? അവരുടെ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ ഒരു ഹോർമോണാണ്. ആ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പം സംഭവിക്കുന്നതാണ്. So these are the 3 disorders: arthritis, gout and osteoporosis. ഈ മൂന്നും എന്താന്നുള്ളത് അറിയാൻ സിമ്പിളാണ്. Okay? So this is about the locomotion and movement. Thank you.